Hello സുഹൃത്തുക്കളെ എല്ലാവർക്കും ഷോർട്ട് സിനിമാറ്റിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ട ആ ഒരു സീറോ ബഡ്ജറ്റ് ഇൻസ്റ്റാഗ്രാം കൊമേഴ്ഷ്യൽ ഞാൻ എങ്ങനെയാണ് ഒരു ചെറിയ ബ്രാൻഡിന് വേണ്ടി ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അടിപൊളി കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ഇൻസ്റ്റാഗ്രാം കൊമേഴ്ഷ്യൽ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം സിമ്പിളായിട്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അത്രയും സിമ്പിളായിട്ട് വേണം നമ്മളത് ഷൂട്ട് ചെയ്യാനായിട്ട്. നമുക്ക് കുറേ എഫക്റ്റുകളൊക്കെ കയറ്റി കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഒരു പിടികിട്ടാണ്ടിരിക്കും. കാരണം നമുക്കൊരു 1 മിനിറ്റാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം കൊമേഴ്ഷ്യൽ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൈസിങ് അവരുടെ അടുത്ത് പറയുമ്പോൾ നമ്മളൊരു 3 പാക്കേജായിട്ട് പ്രൈസിങ് പറയാനായിട്ട് നോക്കുക. എന്നിട്ട് അവർ ചൂസ് ചെയ്യുന്ന പാക്കേജ് അനുസരിച്ച് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിയറൊക്കെ വേണോ വേണ്ടോ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് വർക്കാണ്. അപ്പോൾ എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ സെലക്ട് ചെയ്ത ഏറ്റവും കുറഞ്ഞ പാക്കേജാണ് അവർ സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന canon 700യും അതുപോലെ തന്നെ യോങ്നുവോയുടെ 50mm പ്രൈം ലെൻസാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ അഡീഷണൽ ആയിട്ട് സ്റ്റെബിലൈസേഴ്സോ അല്ലെങ്കിൽ ലൈറ്റിംഗ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കട എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു കടയായിരുന്നു. പിന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി ഹാൻഡ് ഹെൽഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഹാൻഡ് ഹെൽഡ് ആയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് എത്രത്തോളം സ്റ്റേബിൾ ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുമോ അത്രയും സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഹയർ ഫ്രെയിം റേറ്റ്സിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ അല്ലെങ്കിൽ ആ ക്ലിപ്പ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സിനിമാറ്റിക് ഷോട്ടും അതുപോലെ തന്നെ ചെറിയ ഷേക്കുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും പറ്റും. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈസിങ് പറയുമ്പോൾ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ് പറയാം. കാരണം നിങ്ങളുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രൈസിങ് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 3 ലെയറായിട്ട് നിങ്ങളുടെ പാക്കേജുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഗിയറൊക്കെ അനുസരിച്ച് എന്ത് ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാൻ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രൈസിങ് അവരുടെ അടുത്ത് പറയാനായിട്ട്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ലൈറ്റുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഉള്ള നാച്ചുറൽ ലൈറ്റ് നമ്മൾ അത്രയും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ലാസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെറിയ വർക്കായാലും എത്ര വലിയ വർക്കായാലും നമ്മളൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക. ഇതൊരു ചെറിയ വർക്കാണ് അല്ലെങ്കിൽ ഇത്ര നിസ്സാരമായ കാശാണ് എനിക്ക് കിട്ടുന്നത്, അപ്പോൾ ഇത്ര ഡെഡിക്കേഷൻ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ വിചാരിക്കാതെ നമുക്ക് കിട്ടുന്ന എന്ത് വർക്കായാലും ചെറിയ വർക്കായാലും വലിയ വർക്കായാലും നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് എത്രയായാലും നമ്മുടെ 100% നമ്മൾ അതിലേക്ക് കൊടുക്കുക. കാരണം നമുക്ക് ആ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് പോകാനുള്ള ഒരു സംഭവമാണ്. നമ്മളിനി അടുത്തൊരു ആ ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം നമ്മൾ എപ്പോൾ ഷൂട്ട് ചെയ്യുന്നതായാലും. എനിക്ക് ചെറിയൊരു എമൗണ്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനത് മോശമായി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്തൊരു ക്ലയൻറ്റിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ആ ഒരു വർക്ക് കാണിക്കാനായിട്ട് മടിയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ കയറി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.